ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനുണ്ടല്ലോ ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാകാത്ത കാര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ ഉൾക്കൊള്ളിച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇന്നിപ്പം പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മലയാള മാസക്കണക്കിന് നമുക്ക് നാളെയാണ് നമ്മുടെ ആണ്ടുപിറവി 1-ാം തീയതി, അതായത് ചിങ്ങമാസം 1-ാം തീയതി. അപ്പോൾ ഈ ചിങ്ങമാസം 1-ാം തീയതി എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കേരളീയരെല്ലാവരും ഒരുപോണക്ക് ആഘോഷിക്കുന്ന ഒരാഘോഷമാണ് ഓണം, അല്ലേ? അതല്ല ക്രിസ്മസ് ആണെങ്കിൽ അതൊരു പ്രത്യേക വിഭാഗം ക്രിസ്ത്യൻസിൻ്റേതാണ്. അതുപോലെ തന്നെ വിഷു ആണെങ്കിലും പിന്നെ ഹിന്ദുക്കൾ തന്നെ കൈകാര്യം ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോ സമുദായക്കാർക്കും ഓരോന്നാണ്. പക്ഷേ ഈ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തൊരുമയോടെ ഒരു പോണക്ക് ഘോഷിക്കുന്നതാണ്, അല്ലേ? ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഓണങ്ങൾ ഒന്നുമില്ല. ഓണമുണ്ട്, പക്ഷേ നമ്മൾ ഘോഷിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഓണത്തിൻ്റെ ഈ തലേ ദിവസമാണ് ഈ വീഡിയോ കാണുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആരും പരിപ്പോ ഒന്നും പറയണ്ട. ചേച്ചി എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല, ഞങ്ങൾ ചെയ്തില്ല, അങ്ങനെയൊന്നുമില്ല. മലയാള മാസം 1-ാം തീയതി എടുക്കുമ്പം എല്ലാവർക്കും മലയാള മാസം അറിയത്തില്ലാത്തവരാണ്. എല്ലാവരും ഈ ഇംഗ്ലീഷ് മാസമാണ് കൈകാര്യം ചെയ്യുന്നത്. എങ്കിലും നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയണത്, നമ്മളിപ്പം മലയാള മാസം 1 എടുക്കുമ്പം അപ്പോൾ ഇംഗ്ലീഷ് മാസം ആ ഡേറ്റ് ഏതോ നിങ്ങൾക്ക് കലണ്ടറിൽ നോക്കിയാൽ മതി. നാളെ മലയാളം 1 ആണെങ്കിൽ ഇംഗ്ലീഷ് മാസം 17-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണക്ക് കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതെപ്പോഴും ഒരൊറ്റ സംഖ്യ എടുക്കണം. ഒന്നെങ്കിൽ 1, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 5, 7, 9, 11. ഇങ്ങനെ നിങ്ങൾ ഒറ്റ സംഖ്യ എടുത്തിട്ട് ഇത് അവസാനിപ്പിക്കുമ്പോഴും ഒറ്റ സംഖ്യ തന്നെ വന്ന് നിൽക്കണം. മറ്റൊന്നുമല്ല. നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ജീവിതത്തിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നടന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരു 13 കഷ്ണം ഇങ്ങനെ പേപ്പർ പീസാക്കി എടുക്കുക. 13 കഷ്ണം പേപ്പർ പീസാക്കി എടുക്കുക. ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും എളുപ്പം. അതല്ല, നിങ്ങൾക്ക് അന്നന്നത്തെ പേപ്പർ കട്ട് ചെയ്തെടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ അങ്ങനെ എടുത്തോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പകലൊന്നും നിങ്ങൾ ചെയ്യണ്ട. പ്രത്യേകിച്ച് നോയമ്പും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾ അരമണിക്കൂർ നേരം വെയിറ്റ് ചെയ്തിരുന്ന് 12 എന്നും 077 ഒക്കെ എഴുതി ഇപ്പം അരമണിക്കൂർ നേരം നിങ്ങൾ കൈവിരലിങ്ങനെ ചുരുട്ടി പിടിച്ചിട്ടിരുന്ന ഒരു കാര്യം മാത്രം ആലോചിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിരുന്നു. ഇതങ്ങനെയൊന്നും വേണ്ട. ഇതെന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളാ നടക്കാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എഴുതാവുള്ളൂ കേട്ടോ. ആ എഴുതുമ്പം നിങ്ങൾ ഈ വെള്ള പേപ്പറിൽ റെഡ് മഷിയാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് കേട്ടോ. വേറെ മഷികളൊന്നും ഉപയോഗിക്കരുത്. 5 രൂപ അല്ലെങ്കിൽ 10 രൂപയ്ക്കൊരു റെഡ് കളർ മഷിയുള്ള പേന കിട്ടും. എഴുതി വെച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്, ഇതേ നിങ്ങളുടെ ഒരു ആവശ്യം ഈ പേപ്പറിൻ്റെ സെൻറ്ററിൽ നിങ്ങൾ എഴുതാം. ഒരു കാര്യം എഴുതാവുള്ളൂ, ഒരു ആവശ്യം നിങ്ങൾ എഴുതാവും. എഴുതിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കാണിച്ചു തരാവേ. നിങ്ങളിവിടെ നിങ്ങളുടെ ആവശ്യം എഴുതി വെച്ചിട്ട് ഈ കോണോട് കോണിങ്ങനെ കണ്ടോ, ഈ കോണോട് കോൺ ഇങ്ങനെ മടക്കി എന്നിട്ട് തിരിച്ചും ഇങ്ങനെ മടക്കി തിരിച്ചും ഇതുപോലെ മടക്കി നടുവേ പിടിച്ചിട്ട് ഇതിങ്ങനെ നമ്മളിങ്ങനെ ചുരുട്ടി ഇങ്ങനെ പിടിക്കുക. ഏത് കയ്യിലാണ് പിടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വലത്ത് കയ്യിലിങ്ങനെ ചുരുട്ടി പിടിക്കുക. ഇതെപ്പോഴാണ് എഴുതേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രാത്രിയിലത്തെ നമ്മുടെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് നമ്മുടേതായ കാര്യങ്ങൾ കാലും കൈയും മുഖമൊക്കെ കഴുകാതെ ആരും കിടക്കത്തില്ലല്ലോ. നമ്മൾ രാത്രിയിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ കാലും കൈയും മുഖമൊക്കെ കഴുകുന്നവർ കഴുകി, അതല്ല ദേഹം കുളിക്കുന്നവർ ദേഹം കുളിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ കേട്ടോ. ചെയ്ത് വെച്ചിട്ട് കിടക്കാൻ നേരത്ത് വന്നിരുന്നിട്ട് വേണം നമ്മളിത് എഴുതാനായിട്ട്. എഴുതിയിട്ട് കയ്യിൽ ചുരുട്ടി പിടിക്കുക. എഴുതുമ്പോൾ നിങ്ങളുടെ ആ ഒറ്റ കാര്യം എഴുതാവുള്ളൂ. വീണ്ടും ഞാൻ പറയാം, എന്നിട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. ചുരുട്ടി പിടിച്ചിട്ട് നിങ്ങൾ കിടന്നോളുക. ഇത് ഒരിക്കലും നിങ്ങൾ ഉറക്കത്തിൽ എപ്പോഴെങ്കിലും കൈ അയഞ്ഞ് ഇത് വിട്ടു പോകുമ്പം കയ്യിൽ നിന്ന് പൊയ്ക്കോട്ടെ. ഇതിങ്ങനെ ബലമായിട്ട് ചുരുട്ടി പിടിച്ചിട്ട് നിങ്ങൾ കിടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഈ ആവശ്യം മനസ്സിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ കാര്യം എൻ്റേത്. ഇത് 13 ദിവസമാണ് എഴുതേണ്ടത്. മുടക്കമില്ലാണ്ട് 13 ദിവസവും രാത്രിയിൽ കിടക്കാൻ നേരത്ത് വേണം എഴുതാനായിട്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 13 ദിവസത്തിനുള്ളിൽ ഈ കാര്യം നടന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ഭാവനയെ കാണുക. ഇപ്പം നിങ്ങളിപ്പോൾ ഓർക്കുവാണ്, ഇപ്പം നിങ്ങളുടെ ഒരു സ്ഥലം വിൽപ്പനയുടെ കാര്യമാണ്, അത് വിറ്റിട്ടില്ല. ഇപ്പം ഈ 13 ദിവസത്തിനുള്ളിൽ ആ സ്ഥലം വിറ്റു. ആ കാശ് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് ഇന്ന കാര്യങ്ങൾ നടത്താനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നവർക്ക് കൊടുക്കാനുണ്ട്. അതെല്ലാം സ്ഥലം വിറ്റ് കാശ് കൈ കിട്ടിയതായിട്ടും നിങ്ങൾ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തതായിട്ടും, അല്ലെ പണയം ഇരിക്കുന്ന സ്വർണ്ണം എടുത്ത് നിങ്ങളുടെ കഴുത്തേലും
കയ്യേലും ഒക്കെ ഇട്ടതായിട്ടും എല്ലാം നിങ്ങൾ ഭാവനയിൽ കാണണം. കാര്യങ്ങൾ നടന്നെന്ന് തന്നെ വിചാരിച്ചോണം. അങ്ങനെ നിങ്ങൾ ഈ 13 ദിവസവും ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കണം. ഇത് രാവിലെ ഏറ്റിട്ട് ഈ പേപ്പർ എന്നാ ചെയ്യണം, രാവിലെ നമ്മൾ ഏറ്റു പോരുന്ന കൂട്ടത്തിൽ തന്നെ ആ കിടക്കപ്പായലിട്ടേക്കരുത്. അന്നേരം ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും, കാര്യം നടക്കില്ല. ഈ പേപ്പർ നമ്മൾ എടുത്തുകൊണ്ട് ഇങ്ങ് പോരണം. പോന്നിട്ട് ഒരു ഗ്ലാസിൻ്റെ അകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഈ പേപ്പർ ആ ഗ്ലാസ്സിലെ വെള്ളത്തിൽ മുക്കിയിടുക. കുറച്ച് കഴിയുമ്പോഴത്തേന് ഈ പേപ്പറൊക്കെ ഒന്ന് അലുന്നൊക്കെ വരും. അലുന്നില്ല, കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് അലിപ്പിച്ചേച്ചിട്ട് നമ്മൾ ചവിട്ടി നടക്കാത്ത സ്ഥലത്ത് തെങ്ങിൻ്റെ ചോട്ടിലോ തുളസിയുടെ ചോട്ടിലോ അല്ലെങ്കിൽ വാഴയുടെ ചോട്ടിലോ ഇങ്ങനെയുള്ള സ്ഥലത്ത് നമ്മുടെ കാൽപ്പാട് പതിയാത്ത സ്ഥലത്ത് നിങ്ങൾ ഒഴിച്ചു കളയുക. ഈ 13 ദിവസവും ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. ഈ 13 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാര്യം നടന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വിശ്വാസം പോലെ തന്നെ ഈ കാര്യം 3 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടന്നിരിക്കും. പ്രപഞ്ചത്തിനൊരു ശക്തിയുണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിനും ശക്തിയുണ്ട്. അപ്പം നിങ്ങളിത് നടക്കുമെന്ന് തന്നെ ഓർത്ത് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അകത്തൊരു മാറ്റവും നിങ്ങൾ വരുത്താനായിട്ട് സമ്മതിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ സംഖ്യ തുടങ്ങി ഒറ്റ സംഖ്യ തന്നെ അവസാനിപ്പിക്കണം. നാളെ 1-ാം തീയതി ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ചേച്ചി ഇട്ട വീഡിയോ ഞങ്ങൾക്ക് കണ്ടിത് ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ കാണുന്ന ആ ഡേറ്റ് വെച്ചിട്ട് അത് ഒറ്റ സംഖ്യയിലെ ഡേറ്റ് ആയിരിക്കണം. ഒന്നെങ്കിൽ 5, 7, 9 ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ആ ഡേറ്റിന് തുടങ്ങി കഴിയുമ്പം ഒറ്റ സംഖ്യ തന്നെ വന്ന് തീരുകയും ചെയ്യും കേട്ടോ. ഉറപ്പായിട്ടും എത്ര നടക്കാത്ത കാര്യവും നടന്നു കിട്ടും. എൻ്റെ ഒരു കാര്യം ഞാനിത് ചെയ്തിട്ട് നടന്നിട്ടാണ് നിങ്ങളുടെ അടുക്കൽ ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറയുന്നത്. സത്യമായ കാര്യമാണ് കേട്ടോ പറയുന്നത്. അല്ലാതെ നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് കള്ളത്തരം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. ഇങ്ങനെ ഒരുപാട് പേർക്ക് ഇതിനെ കൊണ്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ ഷോർട്ട് വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. നമ്മൾ ഈ മെഴുകുതിരി, ചില മെഴുകുതിരി മേടിച്ച് കഴിയുമ്പം നല്ല പ്രകാശമില്ലാതെ ആളിക്കത്താതെ ഇങ്ങനെ മിന്നി 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 കരി, എന്നിട്ട് ആ തിരി ഇങ്ങനെ കരിഞ്ഞിരിക്കും. ആ തിരി എന്ത് കാണിക്കണം, അപ്പോഴേ നമ്മൾ കെടുത്തി മാറ്റി വെച്ചേക്കണം. അതിൻ്റെ തിരിയുടെ മോശം കൊണ്ടാണ്. കരിന്തിരി കത്തിയാൽ നമ്മുടെ കുടുംബത്തിൽ നെഗറ്റീവ് എനർജിയാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റിക്കളണം. അതുപോലെ തന്നെ നമ്മുടെ ബൾബൊക്കെ ഇടും, അല്ലെങ്കിൽ ട്യൂബ് ഇടും, അത് ഫ്യൂസായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചിലർ ഓർക്കും അത് അവിടെ കിടക്കട്ടെ, തൊട്ടടുത്ത് വേറെ ഇത് കിടപ്പുണ്ടല്ലോ, അതിൻ്റെ വെട്ടം വരും. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഇത് ഊരി മാറ്റി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റിക്കളണം. ഇതെല്ലാം ഒരു നെഗറ്റീവ് എനർജി. നമ്മൾ വൈകിട്ട് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ തിരി കത്തിക്കുന്നതിന് എപ്പോഴും നമ്മൾ പുറത്തെ ലൈറ്റ് ഇടും, അല്ലെങ്കിൽ നെരിപ്പോട് വയ്ക്കും. അതെന്നെ മൂശാട്ട കയറി അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഫ്യൂസായി പോയതും പൊട്ടിയ ഗ്ലാസും പൊട്ടിയ ജനലും അല്ലെ പൊട്ടിപ്പോയ പാത്രങ്ങളൊന്നും നമ്മൾ വീട്ടിൽ വെക്കരുത് കേട്ടോ. ഇനി ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ. ടാറ്റ, ബൈ ബൈ, ഓക്കെ.